ഷഫീദ് റാവുത്തറും ഒപ്പം മനേഷ് മൂർത്തിയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം. ദിണ്ടിഗലിലെത്തി ഡി മണിയെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. നിർണായക വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഡി മണിയിൽ നിന്ന് ഒരു വ്യവസായി നൽകിയ മൊഴിയുടെ ചുവടുപിടിച്ചായിരുന്നു SITയുടെ നീക്കങ്ങൾ. അതിനൊടുവിലാണ് ഇപ്പോൾ ഡി മണിയെ കണ്ടെത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലാണ് ഡി മണി ഉള്ളത്. ചെന്നൈയിൽ ഉൾപ്പെടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഡി മണിക്ക്. അദ്ദേഹത്തിന് കൃത്യമായി എന്തൊക്കെ ഇടപാടുകൾ ഉണ്ട് എന്നതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കിടക്കുന്നു SIT എന്നതാണ്. ഡി മണിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഒപ്പം ഡി മണിയുടെ കൂട്ടാളി ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്തിരുന്നു രാവിലെ SIT. അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായി ബന്ധമുണ്ടോ ശബരിമല സ്വർണ്ണക്കടത്തിന് എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് SIT ഇപ്പോൾ പരിശോധിച്ചുകൊണ്ട് ഇരിക്കുന്നത്. നിർണായകമായ ഒരു നീക്കമാണ്. ഒട്ടേറെ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള മാനങ്ങളിലേക്ക് പോവുകയാണോ ഷഫീദ്? ഉന്മേഷ്, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഡിണ്ടിഗൽ ചില നിർണായക നീക്കങ്ങൾക്ക് SIT ചില കാര്യങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിലവിൽ ഇപ്പോൾ ഈ ഡിണ്ടിഗലിൽ രണ്ടുപേരെയും സെപ്പറേറ്റായി, അതായത് ഡി മണിയെ കഴിഞ്ഞ ദിവസം പ്രാഥമിക വിവരശേഖരണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും ഡി മണിയോട് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അതേസമയം ശ്രീകൃഷ്ണനെയും ഇന്ന് രാവിലെ SIT സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. ആ സംശയങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ദൂരീകരിക്കുകയാണ് ഇവർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതും ശ്രദ്ധേയം. ഇപ്പോൾ ഈ ഏതെങ്കിലും തരത്തിൽ ഈ കേരള പോലീസിന്റെ മറ്റ് സംവിധാനങ്ങളുമായി SIT ബന്ധപ്പെടുന്നില്ല. പകരം SITയുടെ ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവർ നടത്തുന്ന ചില നീക്കങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ ഏറ്റവും നിർണായകം ഡിണ്ടിഗലിൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനുള്ള ചില വിവരങ്ങൾ, ചില കാര്യങ്ങൾ അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ ശ്രീകൃഷ്ണന്റെ മുൻകാല കേസുകൾ, അക്കാര്യങ്ങൾ ചില വിവരങ്ങൾ അന്വേഷണ സംഘം തേടിയിരുന്നു. ആ കേസുകളിൽ ചിലതിൽ അന്വേഷണ സംഘത്തിന് സംശയമുണ്ട് എന്നുള്ളതാണ് ചില വിവരങ്ങൾ. അത് ഈ ചില സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ കേസുകൾ, അത് സമാന സ്വഭാവത്തിൽ ഈ വിഗ്രഹം കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ എന്നുള്ള വിവരങ്ങൾ അത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിറ്റിയിലുള്ളൊരു വിവരം നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ആ വിവരമടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഈ മിനിറ്റിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് ഈ ഇരുവരെയും, അതായത് ഇന്നലെ മുതൽ SIT നടത്തിയ നീക്കത്തിൽ ഏറ്റവും പ്രധാനമായത് ഡി മണിയും അതേപോലെ തന്നെ ഡി മണിയുടെ കൂട്ടാളിയായിട്ടുള്ള ശ്രീകൃഷ്ണനുമായിരുന്നു. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കം, അത് ഡിണ്ടിഗലിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള വിവരം. ആ നീക്കം അന്വേഷണ സംഘം ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല ഇരുവരുടെയും മുൻകാല കേസുകൾ അവ പരിശോധിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ ഡി മണിയുടെ കേസുകളിൽ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ കേസുകളിൽ ചില സംശയങ്ങൾ അന്വേഷണ സംഘം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്, ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ ഇപ്പോൾ നൽകുന്നത്. ഡി മണിയെ ഇപ്പോൾ SIT ചോദ്യം ചെയ്യുകയാണ്. രാവിലെ ഡി മണിയുടെ കൂട്ടാളി ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്തിരുന്നു. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നിർണായക നീക്കത്തിലേക്ക് SIT ഇപ്പോൾ കടക്കുന്നു. തമിഴ്നാട് ദിണ്ടിഗലിൽ എന്നാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.